അങ്കിളെ, ഞങ്ങളുടെ വയനാട്ടിലെ കൂട്ടുകാരോട് പറയണം, വിഷമിക്കണ്ട, ഞങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറയണം. പുറകിലോട്ട് വെച്ചോ, എല്ലാം കൂടെ അതിനകത്ത് കൊള്ളണ്ടായോ? ഇങ്ങോട്ട് ബ്രേക്ക് പിടിച്ചാലും നമ്മൾ മുന്നോട്ട് വീഴാത്ത രീതിയിൽ അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീക്കെടുത്ത്. ഈ പഠനോപകരണങ്ങൾ അർഹമായ കൈകളിൽ ഉത്തരവാദിത്തോടെ എത്തിക്കുന്നതിനായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഈ വാഹനത്തെ അനുഗമിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ വയനാട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ മാവേലിക്കരയിലെ കുഞ്ഞുങ്ങൾ തയ്യാറാകുന്ന വലിയ കാഴ്ചയാണ്. ഇപ്പോൾ സ്നേഹമാണ് നിറയ്ക്കുന്നത്, സ്നേഹമാണ് കൊടുക്കുന്നത്. ആ സ്നേഹം കൊടുക്കാൻ കരുതലോടെ നിന്ന മോട്ടോർ വാഹന വകുപ്പിനെ, മനോജ് സാറിൻ്റെ ടീമിനെ ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മുടെ മാവേലിക്കരയിലെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുഞ്ഞുങ്ങൾ അവരാൽ കഴിയുന്ന രീതിയിൽ, മുമ്പേ പറഞ്ഞ പോലെ അണ്ണാരക്കണ്ണനെ തന്നാല എന്നുള്ള രീതിയിൽ ഉള്ള ചില സ്കൂളുകളിൽ ചെന്നപ്പോൾ മനസ്സിലായത് ചില കുഞ്ഞുങ്ങൾ തരുന്ന ഒരു റബ്ബർ മാത്രമായിരിക്കും, ചിലയിടത്ത് ഒരു ഗട്ടർ മാത്രമായിരിക്കും തരുന്നത്. അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഏകദേശം 260ഓളം കുഞ്ഞുങ്ങൾക്കുള്ള സഹായങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും 320ഓളം കുട്ടികൾക്കുള്ള സഹായങ്ങളാണ്. അതിനകത്ത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ബാഗുണ്ട്, കുടയുണ്ട്, ചോറ്റുപാത്രമുണ്ട്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, പേന, പെൻസിൽ, കട്ടർ, റബ്ബർ, അതുപോലെ തന്നെ നോട്ട് ബുക്കുകളെല്ലാം അടങ്ങിയ ഒരു കിറ്റാണ് ഓരോ കുട്ടികൾക്കുമായിട്ട് കൊടുക്കുന്നത്. അർഹമായ കുഞ്ഞുങ്ങളുടെ കൈകളിൽ തന്നെയാണ് നമ്മളിത് എത്തിക്കാൻ പോകുന്നത്. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ ബാഗുകൾ വന്നേക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അടുക്കി വെക്കും, വെറുതെ ഇടാതെ നല്ലപോലെ അടുക്കി വെക്കും. ഇപ്പോൾ ബഹുമാന്യ നമ്മളുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാർ വന്നതിന് ശേഷം തന്നെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്കൊരു പ്രചോദനമുണ്ട്. കാരണം നമുക്കൊരു പ്രൊട്ടക്ഷൻ മേലിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കിത് ഇങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടാകാൻ തന്നെ കാരണം 1-2 സ്കൂളുകളിലെ കൊച്ചു കുട്ടികൾ ഞാൻ പഠനത്തിനായി കുറച്ച് സാധനങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്, ഇത്രയും ദൂരം ഞങ്ങൾക്ക് പോകാൻ വയ്യ, ഇതൊന്ന് എത്തിക്കാമോ എന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ, തീർച്ചയായും ഗതാഗത വകുപ്പ് ആയതുകൊണ്ടായിരിക്കും നമ്മളോട് ഇത് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ സാധനങ്ങളായിട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് കുറച്ചുകൂടി എന്തായാലും അവിടെ പോകുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബാക്കിയുള്ളവർക്ക് കൂടെ കൊടുക്കുന്ന രീതിയിലൊന്ന് സ്വരൂപിച്ചുകൊണ്ട് പോയിക്കൂടാ എന്നുള്ളൊരു ചിന്താഗതി വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിദ്യാഭവൻ ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു കാരണവശാലും സാമ്പത്തികം ഈ ഒരു ഇതിൽ സ്വീകരിക്കില്ല. സാമ്പത്തിക സഹായം നൽകേണ്ടവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത് തന്നെ നൽകണമെന്ന് നമ്മൾ കൃത്യമായി അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു പേന, ഒരു പെൻസിൽ പോലുള്ളവരൊക്കെ അതെല്ലാം സ്വരൂപിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്കും എന്തെങ്കിലും ഞങ്ങൾ ഈ വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്കായി അല്ലെങ്കിൽ വയനാട്ടിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം അവർക്കുണ്ടാക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കി കൊടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ പഠനോപകരണങ്ങൾ അർഹമായ കൈകളിൽ ഉത്തരവാദിത്തോടെ എത്തിക്കുന്നതിനായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഈ വാഹനത്തെ അനുഗമിക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പം ഞങ്ങൾ രാത്രിയിലാണ് പുറപ്പെടുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഓഫീസ് 5 മണിക്ക് അടച്ചാൽ ഞങ്ങളൊരു 6-7 മണിക്കൂറുകൂടി ഇവിടെ പുറപ്പെടത്തുള്ളൂ. പുറപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പബ്ലിക് ഹോളിഡേയാണ്. നാളെ അതിരാവിലെ അവിടെ എത്തിച്ചതിന് ശേഷം നാളെ രാത്രി തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ മറ്റന്നാൾ നമുക്ക് ഡ്യൂട്ടിക്ക് കയറുന്ന രീതിയിലാണ്. അപ്പോൾ അത് ഇവിടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു രീതിയിലും തടസ്സപ്പെടാത്ത രീതിയിലുള്ള ഒരു യാത്ര കൂടിയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായും അതിന് ഒരു അവധി ദിവസം തന്നെ നമ്മൾ ഇതിന് തിരഞ്ഞെടുത്തതാണ്. അല്ലെങ്കിൽ ഇത്ര ഉദ്യോഗസ്ഥർ പോകുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥർ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ് വയനാട് വരെ ഇത് കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്നുള്ള പ്രത്യേകതയും ഇതിലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മാവേലിക്കരയിലെ മോട്ടോർ വാഹന വകുപ്പ് വ്യത്യസ്തമാണ് എന്നുള്ളത്, അതിന് നേതൃത്വം കൊടുക്കുന്നവർ വ്യത്യസ്തമാണ് എന്നുള്ളത്. അപ്പോൾ ഏറെ സന്തോഷം. സ്നേഹം നിറച്ച ബാഗുകളുമായി യാത്രയാകുന്ന നമ്മുടെ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ.